PSC എക്സാം ക്രാക്ക് ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ടത് കൺസിസ്റ്റൻസിയാണ്, പഠനത്തിലുള്ള കൺസിസ്റ്റൻസിയാണ്. രണ്ടാമതായിട്ട് വേണ്ടത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ തന്നെ റീസെൻ്റ് ആയിട്ട് PSC നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ PSC എക്സാമിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ ഒരു വിഷൻ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡൽ എക്സാം തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് മൂന്നാമത്തെ മോഡൽ എക്സാം ആണ്. ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ മോഡൽ എക്സാം ആണ്. 1ന്റെയും 2ന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മോഡൽ എക്സാം എന്ന് പറയുന്നത് സിലബസ് ഓറിയന്റഡ് ആണ്. സിലബസിൽ ഓരോ സബ്ജക്റ്റിൽ നിന്നും ഓരോ ചോദ്യങ്ങൾ വീതം എടുത്തിട്ട് ആണ് ആ ഒരു ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ റീസെൻ്റ് ആയിട്ട് PSC നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. SCRTയിലെ ഫാക്ട്സും കറണ്ട് അഫയേഴ്സും ഉൾപ്പെടുന്ന ഒരു മോഡൽ എക്സാം ആയിരിക്കും ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഇത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള ചോദ്യമാണ്. 1920 5ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് തലശ്ശേരിയിൽ വെച്ചിട്ടാണ്. ശരിയാണോ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തലശ്ശേരിയിൽ വെച്ചിട്ടല്ല. എവിടെ വെച്ചിട്ടാണ് 5ാം ജില്ലാ കോൺഗ്രസ് സമ്മേളനം, മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത്? എവിടെ വെച്ചിട്ടാണ്? മഞ്ചേരിയിൽ വെച്ചിട്ടാണ് കേട്ടോ. മഞ്ചേരി, മലപ്പുറം മഞ്ചേരിയിൽ വെച്ചിട്ടാണ് നടന്നത്. 5ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ KP രാമൻ ആയിരുന്നു. അതും തെറ്റാണ്. കസ്തൂരിരംഗ അയ്യങ്കാർ ആണ് കേട്ടോ. കസ്തൂരിരംഗ അയ്യങ്കാർ ആയിരുന്നു 5ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഭരണപരിഷ്കാരം, കുടിയാന്മ പ്രശ്നം, ഖിലാഫത്ത് എന്നിവയാണ് 5ാം സമ്മേളനത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ. ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ആയിട്ടൊരു ക്വസ്റ്റ്യനിൽ വന്ന ഒരു സ്റ്റേറ്റ്മെന്റും കൂടിയാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്? 3 മാത്രമാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ 5ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആകെ 5 മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ 5ാമത്തത് എവിടെ വെച്ചാണ് നടന്നത്? മഞ്ചേരിയിൽ വെച്ചിട്ടാണ് നടന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്തിരിക്കാം, 5 മഞ്ചേരി, 5 മഞ്ചേരി. അതുപോലെ തന്നെ അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് കസ്തൂരിരംഗ അയ്യങ്കാറാണ്. ആ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണ്? ഭരണപരിഷ്കാരം, കുടിയാന്മ പ്രശ്നം, ഖിലാഫത്ത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ PSC മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ നിന്നും ചോദിച്ച ചോദ്യം ഇതാണ്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഞാൻ പറഞ്ഞു ആകെ 5 സമ്മേളനങ്ങളാണ് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആദ്യത്തേത് നടന്നത് എവിടെ വെച്ചിട്ടാണ്? പാലക്കാട് വെച്ചിട്ടാണ് അല്ലെ. അതിന്റെ അധ്യക്ഷയായിരുന്നു ആനി ബസന്റ് ആയിരുന്നു കേട്ടോ. ആനി ബസന്റ് ആയിരുന്നു. 5ാമത്തെ ആരായിരുന്നു? കസ്തൂരിരംഗ അയ്യങ്കാറാണ്. 5 നടന്ന എവിടെ വെച്ചിട്ടാണ്? മഞ്ചേരിയിൽ വെച്ചിട്ടാണ്. ഇനി ഈ ഭാഗത്തു നിന്ന് ചോദിച്ച മറ്റൊരു ചോദ്യം നോക്കൂ. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? 5ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിലെ പ്രധാന ചർച്ചാ വിഷയം ഏതൊക്കെയായിരുന്നു? ഭരണപരിഷ്കാരം, കുടിയാന്മ പ്രശ്നം, ഖിലാഫത്ത്. അപ്പൊ അതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ജനസംഖ്യാനുപാത സംവരണം. അപ്പൊ ഇതും ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു 5 മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിലെ ആദ്യത്തേത് 1916 പാലക്കാട് വെച്ച് നടന്നു. ആനി ബസന്റ് അധ്യക്ഷ. 5ാമത്തേത് എവിടെ വെച്ച് നടന്നു? 5 മഞ്ചേരി, മലപ്പുറം മഞ്ചേരി. കസ്തൂരിരംഗ അയ്യങ്കാറായിരുന്നു അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഇതും കൂടെ ഒന്ന് നോക്കി വെക്കുക. 1917 രണ്ടാമത്തത് കോഴിക്കോട് CP രാമസ്വാമി അയ്യർ. 1918 തലശ്ശേരിയിൽ വെച്ച് ആസാദ് അലി ഖാൻ ബഹദൂർ. 1919 വടകരയിൽ വെച്ചിട്ട് KP രാമൻ മേനോൻ. 1920 മഞ്ചേരിയിൽ വെച്ചിട്ട് കസ്തൂരിരംഗ അയ്യങ്കാർ അധ്യക്ഷനായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിനോട് ചേർത്ത് പഠിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ KPCC സമ്മേളനം, ആദ്യത്തെ KPCC സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? 1921 ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ് കേട്ടോ. T പ്രകാശമായിരുന്നു അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മലബാർ ജില്ലാ കോൺഗ്രസ്
സമ്മേളനം അവസാനത്തെ നടന്ന 1920 മഞ്ചേരിയിലാണ്. അപ്പോൾ ആദ്യത്തെ KPCC സമ്മേളനം നടന്ന ഇവിടെ വെച്ചിട്ടാണ് 1921 കേട്ടോ. അപ്പോൾ അത് ഓർക്കാം, 20 അത് അവസാനിച്ചു, 21 KPCC സമ്മേളനം തുടങ്ങി. KPCC സമ്മേളനം തുടങ്ങിയത് എവിടെ വെച്ചിട്ടാണ്? ഒറ്റപ്പാലത്ത്. ആദ്യം നടന്നത് ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ്. ടി പ്രകാശമായിരുന്നു അധ്യക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് 1923 നടന്നത് പാലക്കാട് വെച്ചിട്ടാണ്. സരോജിനി നായിഡു ആയിരുന്നു അധ്യക്ഷൻ. 1927 കോഴിക്കോട് വെച്ച് നടന്നു. BG ഹോർണിമാൻ. 1928 ശ്രദ്ധിക്കണം, പയ്യന്നൂരിൽ വെച്ചിട്ട് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. 1931 വടകര സമ്മേളനം സെൻഗുപ്ത. 1932 കോഴിക്കോട് വെച്ച് നടന്നു. സാമുവൽ ആരോൺ ആയിരുന്നു അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് പ്രധാനപ്പെട്ട KPCC സമ്മേളനം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച 3 അംഗ സമിതി ഏതാണ്? ഇന്ത്യ ചരിത്രത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ് അല്ലെ. ഏതാണ്? ക്യാബിനറ്റ് മിഷനാണ് അല്ലെ. ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച 3 അംഗ സമിതിയാണ് ഇത് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളുമായി അവർ ചർച്ച നടത്തി. ഇന്ത്യക്ക് ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആവശ്യം ക്യാബിനറ്റ് മിഷൻ അംഗീകരിച്ചു. ഓക്കെ, അപ്പോൾ ഇത് SCERT നിന്നുള്ളൊരു ഫാക്റ്റാണ്. ഒരു ചോദ്യം നോക്കുക, കറണ്ട് അഫയേഴ്സ് എന്നുള്ള ചോദ്യമാണ്. നിലവിലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആരാണ്? PK ശ്രീവാസ്തവയാണ് കേട്ടോ. അതായത് പ്രവീൺ കുമാർ ശ്രീവാസ്തവ, വിജിലൻസ് കമ്മീഷണർ. നാലാമത്തെ വേൾഡ് ഹിസ്റ്ററി എന്നുള്ള ചോദ്യമാണ്. ഇന്ത്യ ഐക്യരാഷ്ട്ര സഭയിൽ അംഗമായത് എപ്പോഴാണ്? ഇതും റീസെൻ്റ് ആയിട്ട് PSC ചോദിച്ചൊരു ചോദ്യമാണ്. 03/26 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കോഡുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യ ഐക്യരാഷ്ട്ര സഭയിൽ അംഗമായത് എപ്പോഴാണ്? 1945 ഒക്ടോബർ 30 കേട്ടോ. 1945 ഒക്ടോബർ 30 ഇന്ത്യ UN അസംബ്ലിയിൽ അംഗമായത്. അഞ്ചാമത്തെ ചോദ്യം ഭൂമിശാസ്ത്രത്തിൽ നിന്നുള്ള ചോദ്യമാണ്. മധ്യ ഉയര മേഘങ്ങൾക്ക് താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരി? അതായത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് മധ്യ ഉയര മേഘങ്ങൾക്ക് ഉദാഹരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് നമ്മൾ മേഘങ്ങളുടെ ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കണം അല്ലേ. നമ്മുടെ 9ാം ക്ലാസ്സിലെ പഴയ 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിൽ മേഘങ്ങളെ പറ്റിയും അവയുടെ ക്ലാസിഫിക്കേഷനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. രൂപത്തിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിലും ക്ലാസിഫൈ ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ +1 പാഠപുസ്തകം നോക്കണം. +1 ഭൗതിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന പാഠപുസ്തകം എടുത്ത് നോക്കണം. അതിനകത്തെ 11ാമത്തെ ചാപ്റ്റർ എടുത്ത് നോക്കുക. അതിനകത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ട് ആദ്യം നമ്മുടെ 9ാം ക്ലാസ്സിലെ പുസ്തകം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ എന്താണ് പറയുന്നത്? നമ്മുടെ മേഘങ്ങളെ നമുക്ക് 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയൊക്കെയാണ്? ഒന്ന്, രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഈ മേഘങ്ങളുടെ രൂപത്തിനെ അടിസ്ഥാനപ്പെടുത്തിയും ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ഈ മേഘങ്ങൾ ഏത് ഉയരത്തിലാണ് കാണപ്പെടുന്നത് എന്നടിസ്ഥാനപ്പെടുത്തി നമുക്ക് മേഘങ്ങളെ ക്ലാസിഫൈ ചെയ്യാം. രൂപത്തിനെ അടിസ്ഥാനപ്പെടുത്തി 4 തരം മേഘങ്ങളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? സിറസ് മേഘങ്ങൾ, സ്ട്രാറ്റസ് മേഘങ്ങൾ, ക്യുമുലസ് മേഘങ്ങൾ, നിംബസ് മേഘങ്ങൾ. ക്ലിയർ ആണല്ലോ. നേരത്തെ തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘമാണ് ഇത് സിറസ് മേഘങ്ങൾ. അതായത് അവരുടെ രൂപത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത് അല്ലേ. കനത്ത പാളികളായി കാണപ്പെടുന്നതാണ് ഇത് സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ രൂപത്തിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് 4 തരം മേഘങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? സിറസ് മേഘങ്ങൾ, സ്ട്രാറ്റസ് മേഘങ്ങൾ, ക്യുമുലസ് മേഘങ്ങൾ, നിംബസ് മേഘങ്ങൾ. ക്ലിയർ ആണല്ലോ. പക്ഷേ ഇങ്ങനെ നമ്മൾ പറഞ്ഞാലും ഈ മേഘങ്ങളൊക്കെ എന്താണ്? കൂടിച്ചേർന്നാണ് നമുക്ക് പലപ്പോഴും ദൃശ്യമാകുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യുമുലസ്, നിംബസ് എന്നീ മേഘങ്ങൾ കൂടിക്കലർന്ന് കാണുമ്പോൾ അതിനെ നമ്മൾ ക്യുമുലോ നിംബസ് മേഘങ്ങൾ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇവ കൂടുതലും കാണപ്പെടുന്നത് എങ്ങനെയാണ്? കൂടിച്ചേർന്നാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് രൂപത്തിനെ അടിസ്ഥാനപ്പെടുത്തി 4 തരം മേഘങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? സിറസ് മേഘങ്ങൾ, സ്ട്രാറ്റസ് മേഘങ്ങൾ, ക്യുമുലസ് മേഘങ്ങൾ, നിംബസ് മേഘങ്ങൾ. പക്ഷേ ഇവ കൂടിച്ചേർന്നാണ് കാണപ്പെടുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് മേഘങ്ങൾ? ഇവയാണ് ആ മേഘങ്ങൾ. ഏതൊക്കെയാണ്? സിറസും സ്ട്രാറ്റസും കൂടെ ചേർന്ന് സിറോ സ്ട്രാറ്റസ് ആവും.
സിറസും ക്യുമുലസും ചേർന്ന് സിറോ ക്യുമുലസ് ആവും. ക്ലിയർ ആണല്ലോ? അങ്ങനെ ഇവർ ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല കാണപ്പെടുന്നത്, ഈ മേഘങ്ങൾ കൂടിക്കലർന്നാണ് കാണപ്പെടുന്നത്. അങ്ങനെ കൂടിക്കലർന്ന മേഘങ്ങൾ ഏതൊക്കെയാണ്? സിറോ സ്ട്രാറ്റസ്, സിറോ ക്യുമുലസ്, അൾട്ടോ സ്ട്രാറ്റസ്, അൾട്ടോ ക്യുമുലസ്, സ്ട്രാറ്റോ ക്യുമുലസ്, നിംബോ സ്ട്രാറ്റസ്, ക്യുമുലോ നിംബസ്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം രൂപത്തിനെ അടിസ്ഥാനപ്പെടുത്തി 4 തരം മേഘങ്ങളുണ്ട്, അവ കൂടിച്ചേർന്നാണ് കാണപ്പെടുന്നത്. ആ മേഘങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, ഇനി ഉയരത്തിനെ അടിസ്ഥാനപ്പെടുത്തിയും നമുക്ക് മേഘങ്ങളെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ഇതൊക്കെ നമ്മുടെ 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പറയുന്നതാണ് കേട്ടോ. ഹൈ ക്ലൗഡ്സ്, മീഡിയം ക്ലൗഡ്സ്, ലോ ക്ലൗഡ്സ്. ഓക്കെ, അതായത് 7000 അടിയിൽ താഴെ കാണപ്പെടുന്ന മേഘങ്ങളെ നമ്മൾ ലോ ക്ലൗഡ്സ്, താഴ്ന്ന മേഘങ്ങൾ എന്ന് പറയും. 7000-നും 20,000-നും ഇടയ്ക്ക് കാണപ്പെടുന്ന മേഘങ്ങളെ നമ്മൾ മീഡിയം മേഘങ്ങൾ എന്ന് പറയും, അതായത് മധ്യമേഘങ്ങൾ. ആ മധ്യമേഘങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി 20,000-നും 40,000-നും ഇടയിൽ വരുന്ന മേഘങ്ങളെ നമ്മൾ എന്ത് പറയും? ഹൈ ക്ലൗഡ്സ് എന്ന് പറയും. ഓക്കെ, ഇനി ഇവയ്ക്കൊക്കെ ഉദാഹരണങ്ങളും ഉണ്ട് കേട്ടോ ആക്ച്വലി. അതായത് ഹൈ ക്ലൗഡ്സിന് കുറച്ച് ഉദാഹരണങ്ങളുണ്ട്, മീഡിയം ക്ലൗഡ്സിനുണ്ട്, ലോ ക്ലൗഡ്സിനുണ്ട്. അതൊന്നും പക്ഷേ നമ്മുടെ ഈ 9ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ പഴയതിലോ പുതിയതിലോ ഒന്നും പറയുന്നില്ല. അത് പറയുന്നത് എവിടെയാണ്? ഞാൻ ഈ പറഞ്ഞ +1 പാഠപുസ്തകത്തിലാണ് കേട്ടോ. ഭൗതിക ഭൂമിശാസ്ത്രം അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്ന ഈ +1 പാഠപുസ്തകത്തിലെ 11ാമത്തെ അന്തരീക്ഷത്തിലെ ജലം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ എടുത്ത് നോക്കുക. ആ ചാപ്റ്ററിൽ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഉയരത്തിനെ അടിസ്ഥാനപ്പെടുത്തി 4 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ +1 പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഉന്നതതല മേഘങ്ങൾ, ഹൈ ക്ലൗഡ്സിന് അവർ ഉന്നതതല മേഘങ്ങൾ എന്നാണ് പറയുന്നത്. മധ്യതല മേഘങ്ങൾ, താഴ്ന്ന തല മേഘങ്ങൾ, വിശാല ലംബതല വികാസമുള്ള മേഘങ്ങൾ. നമുക്ക് പ്രധാനമായിട്ട് ആ 3 എണ്ണമാണ് വേണ്ടത്: ഉന്നതതലം, മധ്യതലം, താഴ്ന്ന തല മേഘങ്ങൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഇവയ്ക്ക് ഓരോന്നിനും ഉദാഹരണങ്ങളുണ്ട്. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മധ്യതല മേഘങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടതും. ഓക്കെ, ഉന്നതതല മേഘങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? സിറസ് മേഘങ്ങൾ, സിറോ സ്ട്രാറ്റസ് മേഘങ്ങൾ, സിറോ ക്യുമുലസ് മേഘങ്ങൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? സിറസും സ്ട്രാറ്റസും ചേർന്ന സിറോ സ്ട്രാറ്റസ്, സിറസും ക്യുമുലസും ചേർന്ന സിറോ ക്യുമുലസ് മേഘങ്ങൾ. ഇവ 3ഉം എന്തിന് ഉദാഹരണമാണ്? ഉന്നതതല മേഘങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി മധ്യതല മേഘങ്ങൾക്ക് ഉദാഹരണമാണ് ഇത് അൾട്ടോ സ്ട്രാറ്റസും അൾട്ടോ ക്യുമുലസും. അത് കുറച്ചുകൂടി എളുപ്പമാണ്. അൾട്ടോ സ്ട്രാറ്റസ്, അൾട്ടോ ക്യുമുലസ്. ഓക്കെ, അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി താഴ്ന്ന തല മേഘങ്ങൾക്ക് ഉദാഹരണമാണ് ഇത് സ്ട്രാറ്റോ ക്യുമുലസും നിംബോ സ്ട്രാറ്റസും. ഉന്നതതല മേഘങ്ങളെല്ലാം വരുന്നത് സിറോസുമായിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്, സിറോ സ്ട്രാറ്റസും സിറോ ക്യുമുലസും. അതേസമയം താഴ്ന്ന തല മേഘങ്ങൾ ഏതിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത്? സ്ട്രാറ്റസിൻ്റെ കോമ്പിനേഷനാണ്. സ്ട്രാറ്റോ ക്യുമുലസും സ്ട്രാറ്റോ നിംബസും, നിംബോ സ്ട്രാറ്റസും അതാണ് വരുന്നത്. ഇനി വിശാലതല ലംബതല വികാസമുള്ള മേഘങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? ക്യുമുലോ നിംബസും ക്യുമുലസുമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പക്ഷേ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏതാണ്? മധ്യതല മേഘങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, മധ്യതല ഉയരമേഘങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? നമുക്ക് തന്നിരിക്കുന്നത് ഏതാണ്? അൾട്ടോ സ്ട്രാറ്റസും അൾട്ടോ ക്യുമുലസും വരുന്ന ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരത്തിൽ വരുന്നത്. ബാക്കിയൊന്നും ശരിയായിട്ടുള്ള ഓപ്ഷൻസ് അല്ല. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ? അപ്പോൾ ചിലപ്പോൾ നമ്മളോട് അടുത്ത ചോദ്യത്തിൽ, അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നത് ഉന്നതതല മേഘങ്ങൾക്ക് ഉദാഹരണം ഏതാണെന്നായിരിക്കും ചോദിക്കുന്നത്. ഉന്നതതല മേഘങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? സിറസും സിറോ സ്ട്രാറ്റസും സിറോ ക്യുമുലസുമാണ്. മധ്യതല മേഘങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? അൾട്ടോ സ്ട്രാറ്റസും അൾട്ടോ ക്യുമുലസുമാണ്. ഇനി +1 പുസ്തകത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും നമ്മളോട് ചോദിക്കത്തില്ല എന്നൊന്നും പറയണ്ട, നമ്മളോട് ചോദിച്ചതാണ് കേട്ടോ. 03/2026 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളോട് ചോദിച്ച ഒരു ചോദ്യമാണ്. ഡിഗ്രി പ്രിലിംസിനൊക്കെ ചോദിക്കാൻ നല്ല സാധ്യതയുള്ള, ജോഗ്രഫിന്ന് സാധ്യതയുള്ളൊരു മേഖലയും കൂടിയാണ് കേട്ടോ. കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല, 2 തരം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൻ്റെ എക്സാമ്പിൾസും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിലും കൂടുതലായിട്ടൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഏറ്റവും വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം പോയിന്റ് ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ, ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. 86ാം ഭരണഘടനാ ഭേദഗതിയെ പറ്റിയുള്ളൊരു ചോദ്യമാണ്. 6ാമത്തെ ചോദ്യമാണ് കേട്ടോ. 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് മാറ്റം വന്നത്? എ ഭാഗം 3,
ബി ഭാഗം 4, സി ഭാഗം 4A, ഓപ്ഷൻ ഡി എന്താണ് A, B, C, E എന്താണ് A and B. അപ്പം എന്താണ് ഉത്തരം വരുന്നത്? 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഏതൊക്കെ ഭാഗങ്ങൾ, ഭരണഘടനയുടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് മാറ്റം വന്നത്? 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഏതൊക്കെ ഭാഗത്താണ് മാറ്റം വന്നത്? 3 ഭാഗങ്ങളിലാണ് മാറ്റം വന്നത് അല്ലേ? ഭാഗം 3, 4, 4A മൗലികാവകാശത്തിലും നിർദ്ദേശക തത്വത്തിലും മൗലിക കർത്തവ്യങ്ങളിലും മാറ്റം വന്നു. ഇനി എന്തൊക്കെയാണ് ആ മാറ്റം എന്നൊന്ന് നോക്കിയാൽ എന്തൊക്കെയാണ് മാറ്റം? ഭാഗം 3 ഈ 86-ാം ഭേദഗതി കൊണ്ട് വന്ന മാറ്റം എന്താണ്? 21A എന്ന് പറയുന്ന ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു. അതായത് 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ഇത്, ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. അത് കൂട്ടിച്ചേർത്തത് ഈ 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അതായത് വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമായി തീർത്തു ഈ ഒരു ഭേദഗതിയിലൂടെ, ഈ ഒരു ആർട്ടിക്കിൾ കൂട്ടിച്ചേർക്കുന്നതിലൂടെ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളിൽ എന്താണ് മാറ്റം വന്നത്? 45 എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ അവിടെ മാറ്റം വരുത്തുകയാണ് ചെയ്തത് കേട്ടോ. എന്താണ് ആ മാറ്റം വന്നത്? 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അവരുടെ ശൈശവാരംഭത്തിൽ തന്നെ അവർക്കുള്ള പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്തുകൊണ്ടാണ് ഇതിനകത്ത് മാറ്റം വരുത്തിയത്. ഇനി 4A എന്താണ് പറയുന്നത്? മൗലിക കർത്തവ്യങ്ങളിൽ എന്താണ് പറയുന്നത്? 51AK എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ അവിടെ കൂട്ടിച്ചേർത്തു. അതിനകത്ത് എന്താണ് പറയുന്നത്? ഈ 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം രക്ഷിതാക്കളുടെ കടമയാണ്, അത് എൻഷുർ ചെയ്യേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഇത് 51AK. അപ്പോൾ ഈ 3 മാറ്റങ്ങളാണ് 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മുടെ ഭരണഘടനയിൽ വന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് നമ്മുടെ എക്കണോമിക്സിൽ നിന്നുള്ളൊരു ചോദ്യമാണ്, 7ാമത്തെ ചോദ്യം. സർവോദയ പദ്ധതിയുടെ വക്താവ് ആരാണ്? ഈ തന്നിരിക്കുന്നവയിൽ ആരെങ്കിലുമാണോ സർവോദയ പദ്ധതിയുടെ വക്താവ് എന്ന് പറയുന്നത്? നമ്മൾ കുറേ പദ്ധതികളെ പറ്റി, ബോംബെ പ്ലാൻ, ഗാന്ധിയൻ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് കുറേ പദ്ധതികൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് എന്ത്? സർവോദയ പദ്ധതി എന്ന് പറയുന്നത്. അതിൻ്റെ വക്താവ് ആരാണ്? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇവരാരുമല്ല സർവോദയ പദ്ധതിയുടെ വക്താവ് എന്ന് പറയുന്നത്. ആ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായണനാണ് കേട്ടോ, ജയപ്രകാശ് നാരായണൻ. അപ്പോൾ എങ്ങനെ ഓർത്തിരിക്കാം? സർവോദയം, ഉദയം, സൂര്യോദയം ഒക്കെ ഓർത്ത് വെച്ചൂടെ? ഉദയം വരുമ്പോൾ എന്തുണ്ടാവും? പ്രകാശം വരും അല്ലേ? ജയപ്രകാശ് നാരായണൻ. അപ്പോൾ കണക്റ്റഡ് ആയിട്ടുള്ളൊരു വാക്കാണത്. സർവോദയം, ജയിച്ചു, പ്രകാശം വന്നു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? അങ്ങനെ ഒന്ന് ഓർത്തിരിക്കാം. ഈ പദ്ധതി തയ്യാറാക്കിയത് 1950-ലാണ് കേട്ടോ. ആരാണ് തയ്യാറാക്കിയത്? ജയപ്രകാശ് നാരായണൻ. ഗാന്ധിയൻ പ്ലാനിൽ നിന്നും വിനോബ ഭാവെയുടെ ചില ആശയങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ജയപ്രകാശ് നാരായണൻ ഈ പദ്ധതി രൂപീകരിച്ചത്. ഗാന്ധിയൻ പ്ലാൻ ആരാണ് തയ്യാറാക്കിയത്? SN അഗർവാളാണ് 1944. ഇത് ഏത് വർഷമാണ്? 1950-ലാണ് കേട്ടോ. ഇനി അടുത്ത 8ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം കേരള സർക്കാർ ചില സംഘടനകളെ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. ഏതൊക്കെയാണ് ആ സാഹചര്യങ്ങൾ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം ചില ഓർഗനൈസേഷൻസിനെ ഈ ഒരു നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവരും ബാധ്യസ്ഥരാണ്. ഏതൊക്കെയാണ് ആ സാഹചര്യങ്ങൾ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അണ്ടർ സെക്ഷൻ 24 ഓഫ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ദ ഗവൺമെന്റ് ഓഫ് കേരള ഹാസ് എക്സെപ്റ്റഡ് സർട്ടൻ ഓർഗനൈസേഷൻസ് ഫ്രം ദ ആക്ട്സ് purview, but the following circumstances they are responsible to provide the informations. അത് ഏതൊക്കെയാണ് ആ ഒരു സാഹചര്യങ്ങൾ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2005 ഒക്ടോബർ 12-നാണ്. ഈ ഒരു നിയമത്തിൽ 6 അധ്യായങ്ങളും 31 വകുപ്പുകളും 2 പട്ടികകളുമുണ്ട്. 2 പട്ടികകളുമുണ്ട്. 6 അധ്യായങ്ങൾ, 31 വകുപ്പുകൾ, 2 പട്ടികകൾ, ഇതാണ് ഉള്ളത്. അതിലെ 24-ാം വകുപ്പിലാണ് പറയുന്നത്, ഈ ഒരു നിയമത്തിന്റെ 24-ാം വകുപ്പിലാണ് പറയുന്നത് ചില ഓർഗനൈസേഷൻസിനെ ഈ ഒരു നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇവർ വിവരങ്ങൾ നൽകാൻ ബാധ്യസ്ഥരാണ്. ഏതൊക്കെയാണ് ആ സാഹചര്യങ്ങൾ? അലിഗേഷൻ ഓഫ് കറപ്ഷൻസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ, അതായത് അഴിമതി
അഴിമതി ആരോപണങ്ങളിലും അതുപോലെ തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങളിലും ആ രണ്ട് സാഹചര്യങ്ങളിൽ ഈ ഒരു ഈ പറഞ്ഞിരിക്കുന്ന ഓർഗനൈസേഷൻസും എന്താണ്, ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഓർഗനൈസേഷൻസും എന്താണ്, വിവരങ്ങൾ നൽകാൻ ബാധ്യസ്ഥരാണ്. ഏതൊക്കെയാണ് ആ രണ്ട് സാഹചര്യങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? അഴിമതി ആരോപണവും അതുപോലെ തന്നെ മനുഷ്യാവകാശ ലംഘനവും. ഈ രണ്ട് സാഹചര്യത്തിൽ എന്താണ്, അവരും എന്താണ്, വിവരങ്ങൾ നൽകാൻ ബാധ്യസ്ഥരാണ്. അപ്പം ഏതൊക്കെയാണ് ഓപ്ഷൻസ്? 2ഉം 3ഉമാണ് അല്ലെ. അപ്പോൾ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്. അഴിമതി ആരോപണങ്ങളിലും മനുഷ്യാവകാശ ലംഘനങ്ങളിലും സെക്ഷൻ 24 പ്രകാരം ഇവരും വിവരങ്ങൾ നൽകാൻ ബാധ്യസ്ഥരാണ്. ആ ഒഴിവാക്കപ്പെട്ട ഓർഗനൈസേഷൻസും എന്താണ്, വിവരങ്ങൾ നൽകാൻ ബാധ്യസ്ഥരാണ്. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, അടുത്ത 9ാമത്തെ ചോദ്യം നോക്കാം. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നിതിൽ ചിലർ കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. ഗർദഭം എന്ന് പറഞ്ഞാൽ എന്താണ്? കഴുതയാണ് അല്ലെ. അപ്പം കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും കഴുത പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കവിതാ ശകലം ആരുടേതാണ്? നമ്മുടെ പൂന്താനത്തിൻ്റെയാണ് കേട്ടോ. പൂന്താന നമ്പൂതിരിയുടേതാണ് ഇത്. ഓക്കെ, അടുത്ത 10ാമത്തെ ചോദ്യം. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഇദ്ദേഹം ഒരു അർജുന അവാർഡ് ജേതാവും കൂടിയാണ്. ആരാണ് അദ്ദേഹം? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം കേട്ടോ. എൽദോസ് പോൾ ആണ്. എൽദോസ് പോൾ. ഇദ്ദേഹം ഒരു ട്രിപ്പിൾ ജംപ് താരമാണ് കേട്ടോ. ട്രിപ്പിൾ ജംപ് താരമാണ്. ഇദ്ദേഹം പ്രശസ്തനായത് 2022 ബർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയതോടുകൂടിയാണ് ഇദ്ദേഹം പോപ്പുലർ ആവുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ചോദ്യം, നമ്മുടെ 11ാമത്തെ ചോദ്യം. കടലാഴം എഴുതുമ്പോൾ എന്ന പഠന ഗ്രന്ഥം ഏത് നോവലിനെ ആസ്പദമാക്കിയുള്ളതാണ്? ഇതും റീസെൻ്റ് ആയിട്ട് നമ്മുടെ PSC ചോദിച്ചൊരു ചോദ്യമാണ്. സാഹിത്യം എന്ന മേഖലയിലേക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണിത്. കടലാഴം എഴുതുമ്പോൾ എന്ന പഠന ഗ്രന്ഥം ഏത് നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്? പുള്ളിയൻ എന്ന നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് കടലാഴം എഴുതുമ്പോൾ എന്ന പഠന ഗ്രന്ഥം. സോമൻ കടലൂർ രചിച്ച മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടൽ നോവലായ പുള്ളിയൻ അടിസ്ഥാനമാക്കിയുള്ള പഠന ഗ്രന്ഥമാണ് ഇത് കടലാഴം എഴുതുമ്പോൾ എന്നുള്ളത്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. അതുകൊണ്ട് ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനെപ്പറ്റി വളരെ കുറവ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതി അല്ലാത്തത് ഏത്? നവമഞ്ജരി അദ്ദേഹത്തിന്റെ കൃതിയാണോ? അല്ല, അദ്ദേഹത്തിന്റെ കൃതിയല്ല. മോക്ഷപ്രദീപ ഖണ്ഡനം അദ്ദേഹത്തിന്റെ കൃതിയാണ്. ക്രിസ്തുമതചേതനം, സമാധി സപ്തകം അദ്ദേഹത്തിന്റെ കൃതിയാണ്? അല്ല, സമാധി സപ്തകവും അദ്ദേഹത്തിന്റെ കൃതിയല്ല. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ചട്ടമ്പി സ്വാമികളുടെ കൃതി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എയും ഡിയും ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ 3 ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. നവമഞ്ജരി എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ്. ഏത്? നവമഞ്ജരി എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു രചിച്ചതാണ്. പക്ഷേ ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ്. ഏത്? നവമഞ്ജരി എന്ന് പറയുന്നത്. സമാധി സപ്തകം എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയല്ല, അത് പണ്ഡിറ്റ് കറുപ്പന്റെ കവിതയാണത്. ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കവിതയാണ് ഇത് സമാധി സപ്തകം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുമായിട്ട് ബന്ധമുള്ള 2 കൃതികളാണ്. പക്ഷേ എന്താണ്, ചട്ടമ്പി സ്വാമികളുടെ കൃതികളല്ല അത് കേട്ടോ. മോക്ഷപ്രദീപ ഖണ്ഡനം അത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. മോക്ഷപ്രദീപം ആരുടെ കൃതിയാണ്? മോക്ഷപ്രദീപം എന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ്. അപ്പം ആ ഒരു കൃതിയെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയാണ് ഇത് മോക്ഷപ്രദീപ ഖണ്ഡനം. വിമർശനമാണ്, ഖണ്ഡനമാണ്. ഓക്കെ. ക്രിസ്തുമത ചേതനവും എന്താണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ക്രിസ്തീയ മിഷണറിമാരുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്ത ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ഇത് ക്രിസ്തുമത ചേതനം എന്ന് പറയുന്നത്. PSC എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ 1-2-3 കൃതികളുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാണ് വേദാധികാര നിരൂപണം എന്ന് പറയുന്നത്. പിന്നീട് എന്താണ്? പ്രാചീന മലയാളം. പിന്നീട് ഒന്നും കൂടെ ചോദിക്കാറുണ്ട്, ആദിഭാഷ. എന്താണ് ഈ വേദാധികാര നിരൂപണത്തിൽ പറയുന്നത്? വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ലെന്നും അത് എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്നും സമർത്ഥിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ഇത് വേദാധികാര നിരൂപണം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മാറിപ്പോകത്തില്ല.
അതുപോലെ തന്നെ പ്രാചീന മലയാളം, പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയെന്ന് നമ്മൾ എപ്പോഴും കഥ കേൾക്കാറുണ്ട് അല്ലേ. അപ്പം അത് വിമർശിക്കുന്ന അല്ലെ അതിനെ എതിർക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ഏത് പ്രാചീന മലയാളം എന്ന് പറയുന്നത്. അതുപോലെ മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ഏത് ആദിഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും മിക്കവാറും ചോദിച്ചു കാണുന്ന ഒരു 3 കൃതികളാണ് ഏതൊക്കെ ഈ വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, ആദിഭാഷ. ഓക്കെ, അടുത്ത 13ാമത്തെ ചോദ്യം. സോഷ്യൽ മീഡിയ വഴി നമ്മുടെ വിവരങ്ങൾ ശേഖരിച്ച് ഭീഷണി, ബ്ലാക്ക്മെയിൽ എന്നിവ നടത്തുന്ന സൈബർ കുറ്റകൃത്യം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഈ ഒരു പറഞ്ഞ തരത്തിലുള്ള സൈബർ കുറ്റകൃത്യം ഏതാണ്? സൈബർ സ്റ്റോക്കിംഗ് ആണ് കേട്ടോ, സൈബർ സ്റ്റോക്കിംഗ് ആണ്. ഇതിനെപ്പറ്റി നമ്മുടെ പല ചാപ്റ്റേഴ്സിലുണ്ട്. 9ാം ക്ലാസ്സിലെ SCERT 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ എടുത്തു നോക്കുക, അതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് കാണാൻ സാധിക്കും. എന്താണ് സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെക്കുറിച്ചുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയ വഴിയോ മറ്റു രീതിയിലോ ശേഖരിച്ച് ഭീഷണിപ്പെടുത്തുകയും ബ്ലാക്ക്മെയിൽ ചെയ്തും ഉപദ്രവിക്കുന്ന തരത്തിലുള്ള സൈബർ കുറ്റകൃത്യമാണ് ഇത് സൈബർ സ്റ്റോക്കിംഗ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ചിലപ്പോൾ കേൾക്കാറുണ്ടല്ലോ ഓരോരുത്തരൊക്കെ പറയുന്നത് സ്റ്റോക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ടല്ലോ, അതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, അടുത്തത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് 14ാമത്തെ ചോദ്യം. 2025 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കൾ ആരെല്ലാമാണ്? 3 പേർക്കാണ് വൈദ്യശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. അത് ആരൊക്കെയാണ്? ഷിമോൺ സഖാഗുച്ചി, ജപ്പാൻകാരനാണ്. മേരി ഇ ബ്രൺകോ, അമേരിക്കൻ സ്വദേശി. ഫ്രെഡ് റാംസ്ഡെൽ, അമേരിക്കൻ സ്വദേശി. അപ്പോൾ ഇവർക്ക് 3 പേർക്കുമാണ് എന്താണ് മെഡിസിൻ, വൈദ്യശാസ്ത്രത്തിനുള്ള 2025 നൊബേൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷ വരുമ്പോഴൊന്നും എന്താണ് 2026 നൊബേൽ പ്രൈസ് പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പരീക്ഷയ്ക്ക് ഡെഫിനറ്റ് ആയിട്ടും ചോദിക്കുന്നത് 2025 നൊബേൽ പ്രൈസ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, മെഡിസിനിൽ 3 പേർക്കാണ് കിട്ടിയത്. ഫ്രെഡ് റാംസ്ഡെലിനും മേരി ഇ ബ്രൺകോയ്ക്കും ഷിമോൺ സഖാഗുച്ചിക്കുമാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇവരെ എങ്ങനെ ഒന്ന് ഓർത്തിരിക്കാമെന്ന് നോക്കാം. ഡെല്ല്, നമ്മുടെ ലാപ്ടോപ്പ് ഡെല്ല് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന റാംസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അവരുടെ ഒരു ഫ്രണ്ടായിരുന്നു ആര്? മേരി എന്ന് പറയുന്നത്. മേരീനെ ഇവർ കല്യാണം കഴിച്ചിട്ട് അവർക്കൊരു മോനുണ്ടായി. ഷീക്കൊരു മോനുണ്ടായി. ആ മോൻ്റെ പേരാണത് സഖാഗുച്ചി എന്ന് പറയുന്നത്. സഖാഗുച്ചി. അപ്പോൾ ഫ്രെഡ് റാംസ്ഡെൽ, മേരി ഇ ബ്രൺകോ, ഷിമോൺ സഖാഗുച്ചി. ഇനി അടുത്ത ചോദ്യം മലയാളത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ് കേട്ടോ. 15ാമത്തെ ചോദ്യമാണ് കേട്ടോ. ശേന്യം, ശശാധനം എന്നിവ ഏതിൻ്റെ പര്യായ പദങ്ങളാണ്? പരുന്തിൻ്റെ പര്യായ പദങ്ങളാണ് കേട്ടോ. ശേന്യം, ശശാധനം എന്നിവ ഏതിൻ്റെ പര്യായ പദങ്ങളാണ്? പരുന്തിൻ്റെ പര്യായ പദങ്ങളാണ്. ഇനി 16ാമത്തെ ഇംഗ്ലീഷിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. He was trying to convince her, but it was a pointless. In the above sentence, the underlined words can be replaced by an idiomatic expression. Choose the correct appropriate idiom from the list given below. അതായത് ഈ ഒരു അർത്ഥം വരുന്ന ഇഡിയം ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നവയിൽ ഈ ഒരു അർത്ഥം വരുന്ന ഇഡിയം ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അർത്ഥം? എന്താണ്? He was trying to convince her, but it was പോയിന്റ്ലെസ്. അതായത് അവളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ അത് കാര്യമില്ല. അപ്പം അതായത് ഒരു പാഴ്വേലയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ബീറ്റിംഗ് എ ഡെഡ് ഹോസ് ആണ് കേട്ടോ. ബീറ്റിംഗ് എ ഡെഡ് ഹോസ് എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ മീനിങ് തന്നെ അതാണ്. ഒരു പാഴ്വേല, കാര്യമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എന്താണ് അത് പോയിന്റ്ലെസ്, അത് നടക്കത്തില്ല എന്നറിയാം. പക്ഷെ എന്നാലും ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാഴ്വേലയാണത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? ബീറ്റിംഗ് എ ഡെഡ് ഹോസ് എന്നാണ് കേട്ടോ. 17ാമത്തെ ചോദ്യം. ഒരു ജോലിയുടെ 1/4 ഭാഗം 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും എക്സ്. വൈന് 40% ജോലി 40 ദിവസം കൊണ്ട് പൂർത്തിയാക്കാനാകും. സെഡിന് ജോലിയുടെ 1/3 ഭാഗം 13 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. ആരാണ് ആദ്യം ജോലി ചെയ്ത് തീർക്കുക? അപ്പം 3 പേരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, XYZ. അതിൽ ആദ്യം ജോലി ചെയ്ത് തീർക്കാനാകുന്നത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം എക്സിൻ്റെ കാര്യം എങ്ങനെയാണ്? 1/4 ജോലി 10 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാനാവും അല്ലേ. 4ൽ 1 ജോലി ചെയ്യാൻ 10 ദിവസം വേണം. അതല്ലേ 1/4ൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. 4ൽ 1 ജോലി ചെയ്യാൻ 10 ദിവസം. അങ്ങനെയെങ്കിൽ ഒരു ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം?
10 ദിവസം വേണം അല്ലേ. അങ്ങനെയെങ്കിൽ 2 ജോലി ചെയ്യാൻ വേണ്ടിയിട്ടോ 20 ദിവസം അല്ലേ. അപ്പം മൊത്തം എത്ര ജോലിയാണുള്ളത്? 4 ജോലിയാണുള്ളത്. അപ്പം 4 ജോലി ചെയ്ത് തീർക്കാൻ 40 ദിവസം വേണം. അപ്പം എക്സിന് ആ ജോലി പൂർത്തിയാക്കാൻ 40 ദിവസം വേണം. ഇനി രണ്ടാമത്തെ കേസ് എന്താണ്? വൈന് 40% ജോലി തീർക്കാൻ 40 ദിവസം വേണം അല്ലേ. 40% ജോലി തീർക്കാൻ 40 ദിവസം വേണം. എങ്കിൽ 1% ജോലി തീർക്കാൻ എത്രയാണ് വേണ്ടത്? ഇത് ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി അല്ലേ. 40/40. അപ്പം എന്ത് വരും? 1 എന്ന് വരും അല്ലേ. മനസ്സിലായോ അത്? അതായത് 40% ജോലി ചെയ്ത് തീർക്കാൻ 40 ദിവസം വേണം. അങ്ങനെയെങ്കിൽ 1% ആ 40നെ താഴോട്ട് കൊണ്ടുപോയാൽ പോരെ. അപ്പം 40/40 എന്ന് വരും അല്ലേ. അപ്പം എന്താണ് ഉത്തരം വരുന്നത്? 1 അല്ലേ വരിക. അപ്പോൾ 1% ജോലി ചെയ്ത് തീർക്കാൻ 1 ദിവസമാണ് വേണ്ടത്. ഓക്കെ. അങ്ങനെയെങ്കിൽ നമ്മുടെ മുഴുവൻ ജോലി എന്ന് പറയുന്നത് 100% അല്ലേ. 100% ജോലി തീർക്കാൻ ഈ 1നെ നമുക്ക് എങ്ങനെ 100 ആക്കാൻ പറ്റും? ഇൻറ്റു 100 ചെയ്താൽ പോരെ. അപ്പോൾ 100% ജോലി തീർക്കാൻ ഇവിടെ നമ്മൾ ഇൻറ്റു 100 ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പുറത്തെ ഭാഗത്തും ഇൻറ്റു 100 ചെയ്യണം അല്ലേ. അപ്പോൾ 100% ജോലി തീർക്കാൻ നമുക്ക് എത്ര ദിവസം വേണം? 100 ഡേയ്സ് വേണം. 1% ജോലി തീർക്കാൻ 1 ഡേ ആണ് വേണ്ടതെങ്കിൽ 100% ജോലി തീർക്കാൻ, മുഴുവൻ ജോലിയും തീർക്കാൻ എത്ര ദിവസം വേണം? 100 ഡേയ്സ് വേണം. അപ്പം എക്സിൻ്റെ കേസിൽ 40 ദിവസം, വൈൻ്റെ കേസിൽ 100 ദിവസം എന്നായി. ഇനി നമുക്ക് സെഡിൻ്റെ കാര്യം നോക്കാം. സെഡ് 1/3 ജോലി ചെയ്യാൻ 13 ദിവസമാണ് അതിന് വേണ്ടത്. അതായത് 3 ജോലിയാണ് മൊത്തം ഉള്ളത്. അതിൽ 1 ജോലി ചെയ്യാൻ 13 ദിവസമാണ് വേണ്ടത്. 1 ജോലി ചെയ്യാൻ 13 ദിവസം. എങ്കിൽ 3 ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം? 13 × 3 അതായത് 39 ദിവസം വേണം. ഓക്കെ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആരാണ്? ആദ്യം ജോലി ചെയ്ത് തീർക്കുന്നത് ആരാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സിന് 40 ദിവസം വേണം, വൈന് 100 ദിവസം വേണം, സെഡിന് 39 ദിവസം വേണം. അപ്പോൾ ആദ്യം ജോലി ചെയ്ത് തീർക്കുന്ന ആരാണ്? സെഡ് അല്ലേ ജോലി ചെയ്ത് തീർക്കുക. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ.